ലൂക്കോസ് 9:1 മുതൽ 6 വരെയാണ് യേശു അപ്പോസ്തലന്മാരെ അയക്കുന്ന ഭാഗമാണ്. 9:1 മുതൽ പറയുന്നത്, അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുകളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. നമ്മൾ സമാന്തര സുവിശേഷങ്ങളായ മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ 3 സുവിശേഷങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ യേശു ഈ അപ്പോസ്തലന്മാരെ അയക്കുന്ന ഭാഗം 3 ഉണ്ട്. മർക്കോസിൽ ഇതേ സംഭവം മർക്കോസിൽ പറയുന്നത് മർക്കോസ് 3:13 മർക്കോസ് 3:13 പറയുന്നത്, പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു, അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. മനസ്സിലായോ? മത്തായി 10:1 ഇത് സംഭവം പറയുന്നത്. മത്തായി 10:1 പറയുന്നത് ഇങ്ങനെയാണ്, അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ചു അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികൾ സുഖപ്പെടുത്താനും അവർക്ക് അധികാരം കൊടുത്തു. ഈ 3 വചനഭാഗത്തും മത്തായി, മർക്കോസ്, ലൂക്കോസ് നമ്മൾ കേട്ട ഈ 3 വചനഭാഗത്തും ഒരധികാരം പ്രത്യേകം പറയുന്നുണ്ട്. പിശാചിനെ ബഹിഷ്കരിക്കുന്ന അധികാരം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സമയത്ത് ഈ ഒരു വചനഭാഗത്തിലൂടെ നമ്മൾ നമ്മുടെ മാമോദീസായെ ഓർക്കണം. മാമോദീസായിലൂടെ, കാരണം ക്രിസ്ത്യാനികളായ നമ്മൾക്ക് സ്വർഗം തന്ന ആദ്യത്തെ അധികാരം എന്ന് പറയുന്നത്, എൻ്റെ മക്കളെ, പിശാചിനെ ബഹിഷ്കരിക്കാനാ, പിശാചിനെ തോൽപ്പിക്കാനാ. അത് കഴിഞ്ഞ ബാക്കിയല്ല നമുക്ക് കിട്ടുന്നേ. മനസ്സിലായോ? പിശാചിനെ ബന്ധിക്കാനുള്ള അധികാരമാണ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത്. നമ്മളിൽ അതുണ്ട്, നമ്മളത് തിരിച്ചറിയാത്തതുകൊണ്ടാണ്. എൻ്റെ ഉള്ളിലുള്ള ഈ ദൈവികമായ ശക്തിയെ ഞാൻ തിരിച്ചറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും ഞാൻ പാപത്തിൽ വീണു പോകുന്നത്. എൻ്റെ ഉള്ളിൽ പിശാചിനെ തോൽപ്പിക്കാൻ ദൈവം തന്ന അവൻ്റെ വലിയ ശക്തി, ആ ശക്തി ഞാൻ മറന്നു പോകുന്നതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പിശാചിനെ അടിമയായിത്തീരുന്നത്. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ആദ്യം ലഭിക്കുന്ന അധികാരം പിശാചിനെ ബന്ധിക്കാനാ. മാമോദീസയിലൂടെ ആണല്ലോ നമ്മൾ ക്രിസ്തുവിൻ്റെ മകനും മകളുമായി തീർന്നില്ലേ? ക്രിസ്ത്യാനിയെ തീർന്ന മാമോദീസയിലൂടെയാ. മാമോദീസ വേളയിൽ നമ്മൾ എന്താ പറയുന്നേ? നമ്മൾ കുഞ്ഞുങ്ങളാണെങ്കിലും നമുക്ക് വേണ്ടി നമ്മുടെ തലതൊട്ടപ്പനോ തലതൊട്ടമ്മയോ എന്താ പറയുന്നേ? സാത്താനെ ഞാൻ ബഹിഷ്കരിക്കുന്നു, പിശാചിനെ ഞാൻ ഉപേക്ഷിക്കുന്നു, കർത്താവെ നിന്നെ ഞാൻ സ്വീകരിക്കുന്നു. ഇല്ലേ? പിശാചിനെ ഞാൻ ഉപേക്ഷിക്കുന്നു, കർത്താവെ നിന്നെ ഞാൻ സ്വീകരിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സഭയിലേക്ക് പ്രവേശിക്കുന്നത്. ഇത് പറഞ്ഞാൽ നമ്മൾ മാമോദീസ സ്വീകരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് ആദ്യം ലഭിക്കുന്ന അധികാരം എന്താ? പിശാചിനെ ബഹിഷ്കരിക്കാനാണ്. അതാ ഈ 3 സുവിശേഷന്മാരും പറയുന്നതാ. ഉള്ളിലുള്ള ഈ ശക്തി നമ്മൾ മറക്കരുത്. നമ്മുടെ ഉള്ളിലുള്ള ശക്തി ഏതാ? നമ്മുടെ ശക്തിയല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിൻ്റെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാളും വലിയവനാ. മനസ്സിലായോ? നിൻ്റെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാളും വലിയവനാ. നമ്മളിത് തിരിച്ചറിയാതെ പോകുന്നുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ. പലപ്പോഴും ഒരു പ്രലോഭനം വരുമ്പോഴും നമ്മൾ വീണു പോവുകയാണ്.